ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ഈ ഹോണ്ട ഗ്രാസിയ ഒരു ചെറിയൊരു ഗീവ് അവേ അനൗൺസ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലായിരുന്നു നമ്മുടെ ഗീവ് അവേ. ആ ഗീവ് അവേ അതിൻ്റെ നറുക്കെടുപ്പ് ഒക്ടോബർ 30 നടത്തേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 മാസം അതിനിടയ്ക്ക് യാത്രയൊക്കെ പോയി വന്നപ്പോഴത്തേക്കിനും സമയം അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നടത്തി. അപ്പോൾ ആ മത്സരത്തിൻ്റെ ആ ഒരു ഗീവ് അവേയുടെ വിന്നറാണ് എന്നോടൊപ്പം നിൽക്കുന്നത് അബ്ദുൾ വാഹിദ് അല്ലേ? അബ്ദുൾ വാഹിദും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പെരിന്തൽമണ്ണയിലുള്ള AM ഹോണ്ടയിലാണ്. പെരിന്തൽമണ്ണയിൽ എന്ത് പറ്റി? വണ്ടി വേണ്ടേ? ബൈക്ക് ഓടിച്ചു പോകണ്ടേ? വേണ്ടേ? എന്താ മോളുടെ പേര്? റീസ. ഓക്കെ. അപ്പം പെരിന്തൽമണ്ണയിലുള്ള AM ഹോണ്ടയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞിരുന്നു കേരളത്തിലുള്ള ആർക്കും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാമെന്നുള്ളത്. അപ്പോൾ ആ മത്സര വിജയിയുടെ സമീപത്തുള്ള ഹോണ്ട ഷോറൂമിൽ നിന്നും നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സമയത്ത് എൻ്റെ അനിയൻ എന്നോടൊപ്പം ഇല്ല. അവന് ഇന്ന് ഞാൻ വന്ന ദിവസം ഒരു എക്സാം ഉണ്ട്. അതുകൊണ്ട് എക്സാമിൻ്റെ തിരക്കുകളായതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി എടുത്ത് ഏകദേശം ഒരു 10,000 കിലോമീറ്ററോളം ആയി. നല്ല വണ്ടിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് തോന്നുന്നു അബ്ദുൾ ഓൾറെഡി ഒരു ഹോണ്ടയുടെ കസ്റ്റമർ ആണ് അല്ലേ? ഏത് വണ്ടിയുള്ള? യൂണിക്കോൺ ഉണ്ട്. എത്ര വർഷമായി? യൂണിക്കോൺ ഇപ്പോൾ ഏകദേശം 2017 എടുത്തത്. 3 കൊല്ലമായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇവിടെ സർവീസ് ചെയ്യാനായിട്ട് വന്ന സമയത്താണ് നമ്മുടെ ഈ സെൽഫി എടുക്കൂ, ഗ്രാസിയ സ്വന്തമാക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫ്ലെക്സ് കണ്ടിട്ട് സെൽഫി എടുത്തിട്ടത് അല്ലേ? ഇത് കണ്ടു ചെയ്ത് നിങ്ങളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിങ്ങനെ മത്സരം ഉണ്ടെന്നുള്ള. അപ്പോഴാണ് ഇത് കണ്ടപ്പോൾ ഓടിയത്. നിങ്ങൾ പറഞ്ഞ വീഡിയോയിലുള്ള മത്സരമാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടെയുള്ള കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ട് സംഭവം അതന്നെ അല്ലേന്ന് അങ്ങനെ അവർ നിർബന്ധിച്ച് നമ്മളത് എടുത്തും ചെയ്ത്. സന്തോഷം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടി ഇവർക്ക് കൈമാറാം. ഇതൊക്കെ ആരാണെന്ന് പരിചയപ്പെടുത്തും. ഇതൊക്കെ ആരാണ്? ഇത് വൈഫ്, പേര് ഷാനാബുദ്. എന്റെ സ്വന്തം കുട്ടി റീസ നൈസ് എന്നുള്ള പേര്. ശരി. പെങ്ങള് സിസ്റ്റർ ഹുമൈസ. സ്വന്തം സിസ്റ്റർ. അത് ശരി. എന്ത് ചെയ്യുന്നു? 6th. ഓ കുഞ്ഞെത്തി അല്ലേ? ഓക്കെ. ഞാനും എൻ്റെ അനിയനെയും പോലെ തന്നെ. അത് ശരി. ഓക്കെ. ഇത് ബ്രദർ ചേട്ടൻ അല്ല അനിയൻ. ഓക്കെ. 2 ആഴ്ചയായിട്ടുള്ള ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഇവ നമ്മുടെ ഫ്രണ്ട് തന്നെ, കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ്. എന്താ പേരെന്താ? ബ്രദറിന്റെ പേര് റഹീം. ഓക്കെ. അത് ശരി. ഓക്കെ. അപ്പോൾ അബ്ദുൾ വാഹിദ് ഒരു കണക്ക് മാഷാട്ടാ, ഒരു മാത്തമാറ്റിക്സ് ടീച്ചറാണ്. എവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏക അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നേ ഉള്ളൂ, KCIT തവന്നൂരുള്ള. അത് ശരി. ഗവൺമെന്റ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ്. അത് ശരി. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കുട്ടികളുടെ മാത്സ് അധ്യാപനം. അത് ഏത് യൂണിവേഴ്സിറ്റിയാ? അത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അല്ലേ? അത് ശരി. ക്യാമറ വേണോ? വാ ക്യാമറ വേണോ? ക്യാമറ വേണോ? തൊട്ട് വയ്ക്കുക ക്യാമറയില്. മാമാവും കൊടുത്ത ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കാമോ ക്യാമറയ്ക്ക്? കൊടുക്കാവോ? മാമാവും കൊടുക്ക്. അപ്പോൾ നമുക്ക് ചാവി കൊടുത്തേക്കാം. യെസ്. അപ്പോൾ ചാവി കൊടുക്കാം. അപ്പോൾ വിത്ത് ഓൾ യുവർ പെർമിഷൻ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും എന്താ പറയുക സാന്നിധ്യത്തിൽ നമ്മൾ ഒരു ഹോണ്ട ഗ്രാസിയ ആ മഞ്ഞക്കിളിയുടെ ചാവി അബ്ദുൾ വാഹിദിനും കുടുംബത്തിനും കൈമാറുകയാണ്. കൈയടിക്കുക, എല്ലാവരും കൈയടിച്ചേ. യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി എന്താണ്? ഹെൽമെറ്റ്. നമുക്ക് വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കിനും ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. അപ്പോൾ ഇത് പിടിച്ചോ, ഹെൽമെറ്റ്. വണ്ടി എടുത്തോണ്ട് പോകല്ലേ? എന്നാ വെച്ചേക്കാം, ഇരുന്നോട്ടെ. യെസ്. ഹെൽമെറ്റ് വെച്ചാൽ മാത്രം പോരാ, ഇത് ഇടുകയും വേണം. റെഡി. ഇനി സർവീസ് ബുക്ക്, പിന്നെ ഓണേഴ്സ് മാനുവൽ, ഇത് ടാക്സ് അടച്ചതിൻ്റെയും ഇൻഷുറൻസ് എടുത്തതിൻ്റെയും എല്ലാം ചേർന്നിട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനിപ്പോൾ രജിസ്ട്രേഷന് കൊണ്ടായാൽ മാത്രം മതി. TP ഉള്ളതാണ്. രജിസ്ട്രേഷന് കൊണ്ടായാൽ മാത്രം മതി. ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അബ്ദുൾ വാഹിദിന് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഓൾ ദി ബെസ്റ്റ്. അത് ഗിഫ്റ്റ് കിട്ടിയ ദിവസമാണെങ്കിലോ വൈഫിന്റെ ബർത്ത്ഡേയുടെ അന്ന്. ഓ അത് ശരി. അപ്പോൾ സ്പെഷ്യൽ ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അന്നായിരുന്നു ഗിഫ്റ്റ് കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു കേക്ക് മുറിക്കലും പ്ലാനൊക്കെ ചെയ്ത് നിൽക്കിയിരുന്നു. അതിനിടയിൽ ഈ ഗിഫ്റ്റും കൂടി കിട്ടിയപ്പോൾ ഇരട്ടി സന്തോഷമായി. അതിനിടയിൽ കേക്ക് മുറിക്കൽ പ്ലാനൊക്കെ പോയി. അത് ശരി. ഏതായാലും വീട്ടിലൊരു വണ്ടി വേണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഗൾഫ് നിർത്തി വന്നിട്ട് നാട്ടിലാണ്. അപ്പോൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇന്നെ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ ഒരു വണ്ടി കിട്ടിയതുകൊണ്ട് അത് ഉപ്പാക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവൾക്ക് ഓൾറെഡി ഡ്രൈവിംഗ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവൾ പുറത്ത് പോകണമെങ്കിൽ ഇവൾക്ക് ഉപയോഗിക്കാതെ ഉപ്പാക്ക് ഉള്ളൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാനിത് കൈമാറാൻ ഉദ്ദേശിച്ചത്. ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ. ഒറിജിനൽ ചാവി എവിടെ? വണ്ടിയിലുണ്ട്. ഒറിജിനൽ ചാവി ഓൾറെഡി വണ്ടിയിലുണ്ട്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തോളൂ.
എന്നിട്ട് ആരാ ഭാര്യ ഭർത്താവും കൂടെ അല്ലേ ഡ്രൈവ് പോകുന്നത്, ഒരു റൈഡ് പോകുന്നത്? ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ശരി, തന്നോളൂ. ഒരു പെൻ ഡ്രോയിങ് ആണ്, നമ്മൾ ഫ്രണ്ട് വരച്ചൊരു. ഓ താങ്ക് യു സോ മച്ച്. കൊള്ളാലോ. പെൻസിൽ ഡ്രോയിങ് അല്ല, പെൻ ഡ്രോയിങ് ആണ്. പെൻ ഡ്രോയിങ് കൊള്ളാമല്ലേ, ഇഷ്ടപ്പെട്ടു. നമ്മളെ വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. പണ്ട് ഇതേപോലെ ഒരു ചടങ്ങിൽ എനിക്കൊരു ചിത്രം വരച്ചു തന്ന ആളാണ് ഗോപകുമാർ. ഹായ്, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ വണ്ടി എടുത്ത് ആരാ പോകുന്നത് ഫസ്റ്റ്? നിങ്ങൾ രണ്ടും കൂടെ പോകല്ലേ? യെസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് രണ്ടാളും കൂടെ ഇറങ്ങി പോയിക്കോ. പോയിട്ട് വരൂ, ഒരു റൗണ്ട് അടിച്ചിട്ട് വരൂ. സ്റ്റാൻഡിൽ നിന്ന് ഇറക്ക്. കയറിക്കോ, നേരോട് കയറിക്കോ. ഈ വണ്ടി അറിയാലോ, ഈ വണ്ടിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉണ്ട്, ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ എന്താ സാധനം അത്? ഇതല്ലേ? ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ സിഗ്നലിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കിനും ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ വണ്ടി തന്നെ ഓഫാവും. പിന്നെ സൈഡ് സ്റ്റാൻഡ് താന്ന് കിടന്നാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാ, ചേട്ടൻ്റെ അടുത്ത് വരുമോ? വാ കിട്ടി. അയ്യ, നിങ്ങൾ അച്ഛനും അമ്മയും കൂടെ പോയിട്ട് കേട്ടോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. അവര് ടാറ്റ പോവാണെന്ന്. ശരിയട്ടാ, ടാറ്റ പോവാണെന്ന് അവര്. മോക്ക് പോവണ്ടേ കൂടെ? അവര് പോവാണെന്ന്. ടാറ്റ കൊടുക്ക്, ടാറ്റ. അവര് പോട്ടെ, ടാറ്റ കൊടുക്ക്. ഒരു ചിരിച്ച ഫോട്ടോ എടുക്കട്ടെ. എനിക്കും പല്ലില്ല, മോക്കും പല്ലില്ല. ചിരിക്ക്, കാലിലിക്കളിട്ട ചിരിക്കോ, കാലിലിക്കളിട്ട ചിരിക്കോ, കാലിലിക്കളിട്ട ചിരിക്കോ, ചിരിക്കോ. മോളുടെ കണി ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഇവക്ക് കുറച്ചും കൂടെ ഇതാ വൈറ്റ് ആണ്. ഓക്കെ, ഇതും കൂടെ വെച്ചിട്ട് പോയിക്കോളൂ. പെട്ടെന്ന് ഓർത്തില്ല ഞാൻ. പുറകിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് വെക്കേണ്ടത് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് വരൂ, ഞാനിവിടെ കൊച്ചിനെ പിടിച്ചിരുന്നോളാം. കറിയോ മോളൂ? ഇല്ലല്ലോ അല്ലേ? ടാറ്റ, ടാറ്റ കൊടുക്കാം. അവർ പോയിട്ട് വരട്ടെ. ടാറ്റ, ടാറ്റ, ബൈ ബൈ കൊടുക്ക്. മൈൻഡില്ല, നിങ്ങൾ വിട്ടോ, പോയിട്ടാ. പോയി, അച്ഛനമ്മയും കൂടെ ബൈക്ക് എടുത്ത് പോയി. അയ്യോ, അവര് പോയി, പോണ്. ടാറ്റ കൊടുത്താ അവര് പോയണ്ടാ? പോണ്ടേ മോക്ക് അവരുടെ? ഇതൊക്കെ ആരാ? ഈ ചേട്ടന്മാരൊക്കെ ആരാ? നീ കരയിപ്പിക്കരുത്. കൊച്ചിന് ഇപ്പൊ മുഖമൊക്കെ മാറി തുടങ്ങി. എന്താ ഒന്നും മനസ്സിലാവണില്ലല്ലോ, ആരെ എന്താന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടെ പോയി ഇപ്പൊ ഉമ്മയൊക്കെ? എനിക്കറിയില്ല കേട്ടാ, അവര് പോയി. കൊച്ചിനൊരു പ്രശ്നമില്ല കേട്ടോ, കൊച്ച് വളരെ കൂളായിട്ടിരിക്കുക. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ? കഴിഞ്ഞല്ലേ? ഓക്കെ, അടിപൊളി, ഹാപ്പി. ഒരു വണ്ടി നമ്മുടെ ഒരു ജീവിതത്തിൽ കയറി വരുമ്പോഴത്തേക്കിനും അത് വലിയ സന്തോഷങ്ങളും എന്താ പറയുക നന്മകളൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു എന്താ പറയുക ഐശ്വര്യമായി മാറട്ടെ. ഈ വണ്ടി വിൽക്കരുത് ഒരിക്കലും. ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പല ആളുകൾ ഇതേപോലെ അന്വേഷിച്ച് വന്ന് വണ്ടി കൊടുക്കാനുണ്ടോ, പകുതി പൈസ അല്ലെങ്കിൽ ബുക്കാ ഭാഗം തരാം, ഫുൾ എമൗണ്ട് പകുതി പൈസ തരാന്നൊക്കെ പറഞ്ഞു. അത് ശരി പറഞ്ഞു. ഈ വണ്ടി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്, ഇത് എൻ്റെ അവസാന ജീവിതം വരെ അവിടെ തന്നെ ഉണ്ടാക്കും, മാറ്റില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ഒരു ഗീവ് അവേ ആയിരുന്നു. ഇത്രയും വലിയൊരു ഗീവ് അവേ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കൊടുത്തു. നമ്മൾ ഈ ഗീവ് അവേ ചെയ്യുമ്പോഴത്തേക്കിനും പ്രധാനമായിട്ടും ഇത് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തതിന് ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ സംഭവമുണ്ട്. കാരണം ഇത്തരത്തിലൊരു ഗീവ് അവേ സത്യസന്ധമായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിലേ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിച്ചു. ഒരു തവണ അല്ലേ ഫോട്ടോ ഇട്ടുള്ളൂ അല്ലേ? ഒരു തവണ ഫോട്ടോ ഇട്ടവരുണ്ടായിരുന്നു, 10 തവണ ഫോട്ടോ ഇട്ടവരുണ്ടായിരുന്നു, 20 തവണ ഫോട്ടോ ഇട്ടവരുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒരു ലക്കാണല്ലോ അല്ലേ? തീർച്ചയായും. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്നായി വരട്ടെ, കാര്യങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. 6ാം ക്ലാസ്സിലല്ലേ പഠിക്കണേ? ഓക്കെ, നന്നായി പഠിക്കൂ. ബൈ മോളു, ടാറ്റാ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. ബൈ.